ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നല്ല മഴയാണ്. ട്രിവാൻഡ്രമൊക്കെ അവിടെയൊക്കെ എങ്ങനെയാണ്? എല്ലാ സ്ഥലങ്ങളിലും മഴയാണോ? എവിടെയൊക്കെയാണ് കൂടുതൽ മഴയുള്ളതെന്നൊക്കെ കമൻറ്റിൽ പറയുക കേട്ടോ. അപ്പം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് അബദ്ധങ്ങളാണ്. അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് അബദ്ധങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് എന്നെപ്പോലെ തന്നെ ഉള്ള മറ്റ് വീട്ടമ്മമാർക്കും ഇത് ഒരു ഇത് കേൾക്കുമ്പോൾ അവർക്കും ഇത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ സാധിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് നേരെ പറഞ്ഞു തുടങ്ങാം. അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് അബദ്ധമായി തോന്നിയത്, നമ്മൾ ചില കാര്യങ്ങൾ ചില സമയത്ത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ നമ്മൾ ആ സമയത്തെടുക്കേണ്ട തീരുമാനങ്ങൾ വളരെ വൈകി എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് കൂടുതൽ മാനസിക ബുദ്ധിമുട്ടുകളും നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും കൂടുമെന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു എന്നെനിക്ക് തോന്നുന്നത്, റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ ഞാൻ എടുക്കാതിരുന്നത്. അതായത് ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ വീട്ടമ്മയോടും പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനിക്കാനുണ്ടെങ്കിൽ, വീട്ടമ്മമാരായാലും പെൺകുട്ടികളായാലും ആരായാലും, കൂടുതലും നമ്മൾ വീട്ടമ്മമാരെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഇതിനകത്ത് പക്ഷേ എല്ലാവരും ഉൾപ്പെടും, എന്നാലും വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എനിക്ക് കൂടുതലായി പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിലും സമയത്ത് റൈറ്റായിട്ടുള്ള ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള ജീവിതം കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് സന്തോഷപ്രദമായി പോകാൻ സാധിക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് സേവിങ്സിൻ്റെ കാര്യങ്ങൾ, ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വ്യക്തിപരമായി നമുക്ക് വേണ്ടി ഒരു പൈസ വയ്ക്കുക എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് മുന്നേയും കുറച്ച് പൈസ ആരും അറിയാതെ വയ്ക്കാമെന്ന് വിചാരിച്ച് പോസ്റ്റ് ഓഫീസിൽ RD അക്കൗണ്ട് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തുകകളാണ്, അത് ഞാൻ വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആരുടെ പറയാതിരുന്ന പൈസ പിന്നെ വീട്ടിലെല്ലാവരോടും അത് ഡിസ്കസ് ചെയ്യുകയും ആ പൈസ എടുത്ത് നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല എങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് ആ പൈസ എടുത്തിട്ട് നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു TV സാമാന്യം വലിപ്പമുള്ള TV ആണ്. പക്ഷേ ഒരു കുറച്ചുകൂടെ വലിയൊരു TV വാങ്ങിക്കണമെന്ന് നമ്മളെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഓൾറെഡി ഒരു TV നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിലും മികച്ചതായിട്ടുള്ള ഒരു TV വാങ്ങാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ എടുത്ത് നമ്മളെല്ലാവരോടും അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് പറഞ്ഞിട്ട് അതെടുത്ത് വാങ്ങിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള പല കാര്യങ്ങളും ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ എടുത്ത് കൊണ്ടുവന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ പിന്നീട് അനുഭവിച്ചിട്ടുമുണ്ട്. കാരണം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന പൈസ നമ്മുടെ വീട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും മാറ്റിവെച്ചതിന് ശേഷം വീട്ടമ്മമാരായ നമുക്ക് ഒരു ചെറിയ തുക നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അത് നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ എന്നുള്ള കണ്ടീഷൻ അല്ലാത്തപ്പോഴൊന്നും നമ്മൾ ആ കാശെടുത്ത് ചിലവാക്കാൻ പാടില്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ പിന്നീട് മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മൾ ചിലവാക്കിയ തുക പിന്നീട് ഒരിക്കലും നമുക്ക് അത്രയും കൂട്ടി വയ്ക്കാൻ പിന്നെ എത്ര സമയം വേണ്ടി വരും? ആർക്കെങ്കിലും ഒന്നും സുഖമില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും അതുപോലെ കാശിൻ്റെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ഹെൽത്ത് ഇഷ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, മറ്റൊരാളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളതെടുത്ത് ചിലവാക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും ആഹാരത്തിനും വസ്ത്രത്തിനും ഒക്കെയുള്ള പൈസ പോകുകയാണ് നമ്മുടെ പേരിന് ഒരു 10 രൂപ ആയിക്കോട്ടെ അത് വെക്കുന്നത്, പിന്നെ അതെടുത്ത് ചിലവാക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഒരു അബദ്ധമായി തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ വൈകിയ വേളയിൽ ഞാൻ പൈസ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ആ സേവിങ്സ് ഞാൻ ആരോടും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലൊരു തുക നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവണം. പ്രത്യേകിച്ച് പ്രൈവറ്റ് ജോബൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നമുക്ക് വേറെ എവിടെ നിന്നും പെൻഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാനില്ല.
മക്കൾക്കും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്തൊരു എമൗണ്ട് ഉണ്ടാവില്ല. അങ്ങനെ ഒരു എമൗണ്ട് ഇല്ലാത്ത വാർദ്ധക്യകാലം എന്ന് പറയുന്നത്, നമുക്ക് വാർദ്ധക്യകാലത്തിൻ്റേതായ ക്രേവിങ്സ് ഉണ്ടല്ലേ. നമ്മൾ വയസ്സായെന്ന് വിചാരിച്ച് നമുക്ക് ചില ആഹാരങ്ങൾ കഴിക്കണമെന്ന് തോന്നും, ചില സ്ഥലങ്ങൾ പോകണമെന്ന് തോന്നും, ചില വസ്ത്രങ്ങൾ വാങ്ങണമെന്ന് തോന്നും. ക്രേവിങ്സ് പലതും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള പണം നമ്മളടുത്തുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വാർദ്ധക്യകാലം ഒരു സന്തോഷപ്രദമായി, വാർദ്ധക്യകാലമല്ല ഏത് കാലമായാലും നമുക്കൊന്ന് സന്തോഷമായി പോകണം, നമുക്ക് 10 രൂപ നമ്മുടെ സ്വന്തം കയ്യിൽ വേണം എന്ന് വിചാരിച്ചാൽ നമ്മളത് സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മളെല്ലാം കുടുംബത്തിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ എല്ലാം ചിലവാക്കിയതെന്ന് സ്വന്തം മക്കളോടോ പിന്നെ മക്കളൊക്കെ വിവാഹം കഴിഞ്ഞ് പോകുന്നു അവരോടൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചാൽ അവരാരും നമുക്ക് ഈ പൈസ തിരിച്ചു കൊണ്ടുവന്ന് തരുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അത് നമ്മൾ വയ്ക്കുക. അതെടുത്ത് ചിലവാക്കിയിട്ടുണ്ട് പല പ്രാവശ്യം ഞാൻ. അപ്പോൾ അതൊരബദ്ധം, വലിയൊരു നമുക്കായി മാറ്റി വെച്ചിരിക്കുന്ന ഒരു സേവിങ്സ് ഒരാരോഗ്യ പ്രശ്നത്തിനല്ലാതെ മറ്റൊരു അവസ്ഥയിലും എടുത്ത് ചിലവാക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, വീട്ടിലോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ എവിടെയെങ്കിലും ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും നമ്മുടെ തീരുമാനങ്ങൾ ഒരു സെൻറ്റിമെൻ്റൽ രീതിയിലായിരിക്കരുത്. വൈകാരികപരമായി നമ്മളൊരു തീരുമാനമെടുക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ വൈകാരികമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം പിന്നീട് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഇൻ്റലക്ച്വൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ളത് തന്നെ ആയിരിക്കണം. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നല്ല രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായും ബുദ്ധിപരമായി കൂടി ആലോചിച്ച് നമ്മളൊരു കാര്യം തീരുമാനിക്കാവൂ എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. സെൻറ്റിമെൻ്റലായിട്ട് നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും വെറും ഒരു വൈകാരികതയുടെ പേരിൽ മാത്രമാണെന്ന് പിന്നീട് എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പിന്നെ വീട്ടമ്മമാരായ ഓരോ ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളത്, ഓരോ ഫാമിലി മെമ്പേഴ്സിനോടും എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് കുറേ നാൾ ഇതിന് മുന്നേ തന്നെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹെൽത്ത് മറന്ന് നമ്മുടെ ആരോഗ്യങ്ങളൊന്നും പരിഗണിക്കാതെ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സണാണ്. ഓഫ് കോഴ്സ് നമ്മുടെ വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമുള്ള മെമ്പർ തന്നെയാണ് ഹൗസ് വൈഫ് എന്ന് പറയുന്ന ഒരു മാറ്റമില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മറന്ന് വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് ഉള്ള ആരോഗ്യവും തുലച്ച് നമ്മളൊരു മൂലയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധമായ പിന്തുണ കിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്കെല്ലാം അവരവരുടേതായ ജോലികൾക്ക് അവർക്കെല്ലാം പോകേണ്ടി വരും, നമ്മളൊരു മൂലയ്ക്കാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്കൊരു ഹെൽത്ത് വൈസ് ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. നമ്മൾ തന്നെ മുൻകൈ എടുത്ത് നമ്മൾ അതിനു വേണ്ടിയുള്ള മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടതാണ്. മറ്റുള്ളവർ വരുന്നില്ലേ അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഏറ്റവും ആദ്യം പറയേണ്ട ഒരു പോയിൻ്റായിരുന്നു. അപ്പോൾ ഞാൻ പല സന്ദർഭങ്ങളിലും എനിക്കൊരു തലവേദന ഞാൻ വിട്ടുകളയും, എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് വീണ്ടും വീട്ടിലെ ജോലികൾ ചെയ്യുന്നു. പിന്നീട് എല്ലാവരും അത് മറക്കും. നമ്മുടെ തലവേദനയും നമ്മുടെ ജലദോഷവും കാര്യങ്ങളും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ആരെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മുടെ വീടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മൾ ചോറ് വയ്ക്കുന്നു, കറി വയ്ക്കുന്നു, ഹസ്ബൻഡിനെ വിടുന്നു, മക്കളെ വിടുന്നു, നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പുറത്ത് പോയി നമുക്ക് വർക്കുള്ള ലേഡീസ് ആണെങ്കിൽ അവർ പുറത്ത് ജോലി സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നു. അവിടുത്തെ ടെൻഷനെല്ലാം എടുത്തോണ്ട് പെട്ടെന്ന് വീട്ടിലെത്തി നമ്മുടെ ആരോഗ്യസ്ഥിതി മറന്ന് നമ്മൾ ഓടിപ്പോയി ബാക്കി ജോലികൾ ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ കിടന്നൊന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന വെയർ ആൻഡ് ടെയറൊക്കെ ആരും മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാൻ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹെൽത്ത് കെയർ ചെയ്യുക. ഇൻ ഷോർട്ടിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ ഹെൽത്ത് നല്ല രീതിയിൽ പരിരക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
പിന്നെ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു അബദ്ധമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നില്ലേ, നമ്മളെക്കുറിച്ച് എപ്പോഴും നെഗറ്റീവ് പറയുമെന്ന് നമുക്ക് ബോധ്യമുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഞാൻ വൈകിപ്പോയി. അതൊരു തെറ്റാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ അബദ്ധത്തിലൊന്നാണ് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നെഗറ്റീവ് ആൾക്കാരെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഞാൻ വൈകിപ്പോയി എന്നുള്ളത്. അതുകൊണ്ട് ഒരു വീട്ടമ്മമാരും നിങ്ങൾക്കെതിരെ നെഗറ്റിവിറ്റി പറഞ്ഞ് നടക്കുന്നതും നിങ്ങൾക്കെതിരെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഉപേക്ഷിക്കാൻ വൈകാനേ പാടില്ല. എപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ നമുക്കെതിരെ നെഗറ്റിവിറ്റി സൂക്ഷിക്കുന്ന ആൾക്കാരാണ്, അവരിൽ നിന്നൊരു അകലം പാലിക്കുക. കഴിയുമെങ്കിൽ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ അവസാനിപ്പിക്കുക. വഴക്ക് കൂടിയിട്ടല്ല, സൈലൻ്റായി തന്നെ നമുക്ക് മാറ്റി നിർത്താം. നമ്മൾ അവരോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ തേടാതിരുന്നാൽ മതി. നമ്മളവരെ കാണാനുള്ള അവസരങ്ങൾ കുറയ്ക്കുക. അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന അവസരങ്ങൾ നമ്മൾ കുറയ്ക്കുക. നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോകുന്ന അവസരങ്ങൾ മാറ്റിവെക്കുക. അപ്പോൾ തന്നെ അത് ഒഴിഞ്ഞു പൊക്കോളും താനെ. നമ്മളൊരു പ്രോത്സാഹനം കൊടുത്തില്ലെങ്കിൽ അവർ പിന്നെ അധികം നമ്മളുമായി അടുക്കാൻ ശ്രമിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഞാൻ വൈകിപ്പോയി എന്നുള്ളത് ഒരു ജീവിതാബദ്ധമാണ്. അത് നിങ്ങളിനി നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിജയങ്ങൾ നമ്മുടെ കുടുംബ അംഗങ്ങളല്ല, ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, അതല്ലാതെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ചില ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുമായി നമ്മൾ നമ്മുടെ വിജയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് പേഴ്സണലായി തന്നെ സന്തോഷിക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പറയേണ്ടാത്ത ഒരാളിനോട് നിങ്ങൾ വളരെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയായി കരുതുന്നു, പക്ഷെ അവരങ്ങനെ കരുതണമെന്നില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ വിജയങ്ങൾ അവരുമായി പങ്കുവയ്ക്കുന്നത് ഒരു തെറ്റായി എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഇതിനെതിരെ എന്തൊക്കെയാണ് അതിനെതിരെ നമ്മുടെ വിജയത്തിനെ നമ്മൾ ഉൾക്കൊള്ളുന്ന സന്തോഷത്തോടെ അല്ല ഉൾക്കൊള്ളുന്നത്, മറിച്ച് ഇവരിതെങ്ങനെ നേടി, അല്ലെങ്കിൽ ഇവർക്കിതെങ്ങനെ നേടാൻ സാധിച്ചു, ഇവരങ്ങനെ ചെയ്തതായിരിക്കും, ഇവരിങ്ങനെ ചെയ്തതായിരിക്കും എന്നുള്ള പല കാര്യങ്ങളും പറഞ്ഞ് അതിലൊരുപാട് നെഗറ്റിവിറ്റി നിറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിൽക്കാലത്ത് നമ്മൾ നേടിയ വിജയം നമുക്ക് കൈമോശം വരാനും അതൊരു കാരണമായി വരാം. എൻ്റെ ജീവിതത്തിൽ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിൻ്റ് ഇവിടെ പറയുന്നത് കേട്ടോ. നമ്മുടെ വിജയങ്ങൾ നമുക്ക് പേഴ്സണലായി സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത്. സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ, ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു നല്ല വീട് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് പിന്നെ എൻ്റെ മക്കളെ ഇന്ന രീതിയിൽ പഠിപ്പിക്കണം, ഇന്ന രീതിയിലേക്ക് കൊണ്ടുപോകണം, എൻ്റെ മകനെ ഞാൻ ഇന്നതാക്കണം, എന്തിനാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ കൊണ്ടുപോകണം, അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാറ് വാങ്ങണം, അങ്ങനെ അല്ലെങ്കിൽ വേണ്ട എനിക്കൊന്ന് നല്ല രീതിയിൽ ജീവിക്കണം എന്ന ഒരു സ്വപ്നം പോലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് തോന്നുന്ന ഒരു വ്യക്തിയോട് പങ്കുവയ്ക്കുന്നതിന് മുന്നേ പല പ്രാവശ്യം ആലോചിക്കുക. വിജയങ്ങൾ എന്ന് പറയുന്നത് വേറെയാണ്, സ്വപ്നങ്ങൾ വേറെയാണ്. സ്വപ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലാൻസാണ്, ജീവിത ലക്ഷ്യങ്ങളാണ്. അത് മറ്റുള്ളവരുമായി ഡിസ്കസ് ചെയ്യുന്നത് കംപ്ലീറ്റായിട്ട് നിർത്തുന്നതായിരിക്കും നമുക്ക് നല്ലത്. നമ്മുടെ വീട്ടിലുള്ളവരല്ല കേട്ടോ, പുറത്തുനിന്നുള്ള നമ്മുടെ ഫാമിലി സർക്കിളിന് പുറത്തുള്ളവരുമായി കൂടുതലും ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പകരം ആ സമയം മുഴുവൻ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിറകെ പോകാനായിട്ട് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, പ്രയത്നിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് എനിക്ക് പറയണമെന്ന് തോന്നി, കാരണം എൻ്റെ ജീവിതത്തിൽ ഇനിയും കുറേ അബദ്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത് ഒരു വീഡിയോയിൽ ഞാൻ പറയാം. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സമയത്തിൻ്റെ വില അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. സമയത്തെടുക്കേണ്ട തീരുമാനങ്ങളും കാര്യങ്ങളും ആ സമയത്തെടുത്തില്ലെങ്കിൽ പിന്നീട് അതൊരു വലിയ അബദ്ധമായി നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയ മനസ്സിനെപ്പോഴും റിഗ്രറ്റ് തോന്നുന്ന ഒരു ചിന്തയായി നമ്മുടെ മനസ്സിൽ അവശേഷിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് പിന്നെ മനസ്സിരുത്തി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി അറിയിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ നമുക്ക് ഇനിയും അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇനി രാമായണ മാസമാണ് വരുന്നത്. രാമായണ മാസത്തിൽ
ഒരു വീഡിയോ കൂടി ചെയ്യണമെന്നുണ്ട്. അത് ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ രാമായണ മാസത്തിൻ്റെ പുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിരുന്നു. നമ്മുടെ ഓരോ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയും യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ മഴ എല്ലാവർക്കും സംരക്ഷണം, മഴയിൽ നിന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ ട്രിവാൻഡ്രത്തിൻ്റെ ഇടുക്കി ഭാഗങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ ജനങ്ങളെയും ഭഗവാൻ രക്ഷിക്കണമെന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ ഫ്രണ്ട്സ്. ലവ് യു ഓൾ.